എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ ടീച്ചിങ് ചാനലിലേക്ക് സ്വാഗതം. കേറ്റഡ് പരീക്ഷ കഴിഞ്ഞു. വന്നിരിക്കുന്നത് കേറ്റഡ് കാറ്റഗറി 3 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ ആയിട്ടാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം പരീക്ഷ കഴിഞ്ഞപ്പോൾ ഒരുപാട് അധ്യാപക ഉദ്യോഗാർത്ഥികൾ, അതേപോലെ തന്നെ പല സ്കൂളിൻ്റെയും ഹെഡ് മിസ്ട്രസ്, ഹെഡ് മാസ്റ്റേഴ്സ്, പറയുമ്പോൾ അതിശയോക്തിയായിട്ട് തോന്നും, അവരെന്നെ വിളിച്ചിരുന്നു, വളരെ പ്രയോജനപ്പെട്ടു എൻ്റെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു. നിങ്ങൾക്കും ക്ലാസ്സുകൾ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ചോദിച്ചു. വെറും അതിശയോക്തിയല്ല, ഫോണ്ട് ഓഫ് 3 റിവിഷനിലും ഞാൻ പറഞ്ഞതാണ്. ഇൻസിസ്റ്റഡിന് ശേഷം ഓൺ ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇതൊന്നുമല്ല, മിക്കവാറും പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും 3 കാറ്റഗറിക്കും ഉണ്ടായിരുന്നു. കേറ്റഡ് കാറ്റഗറി 1, 2, 3. 1ൻ്റെയും 2ൻ്റെയും ഒരുമിച്ച് വീഡിയോ ആയിട്ട് വരാം. സോ ഈ ക്ലാസ് എന്തിനാണ് പരീക്ഷ കഴിഞ്ഞിട്ട് ഇങ്ങനൊരു വിശകലനം എന്ന് ചോദിച്ചാൽ, ഇനി വരാൻ പോകുന്ന കേറ്റഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന അധ്യാപക ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണം. അതുമാത്രമല്ല, അവർക്കൊരു മുന്നറിയിപ്പാണ് ഈ 30 മാർക്ക്. അതായത് 30 മാർക്കും നേടി 29 മാർക്ക് കിട്ടി, 28 മാർക്ക് കിട്ടി എന്നും പറഞ്ഞ് റിവിഷൻ മാത്രം കണ്ടിട്ട് കുറച്ച് ഉദ്യോഗാർത്ഥികൾ, കുറച്ച് അധ്യാപകർ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ കോഴ്സിൽ ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും കേറ്റഡ് എന്ന് പറയുന്ന കടമ്പ അവർക്ക് ഈസി ആയിട്ട് കടക്കാൻ കഴിയും. പ്രിയപ്പെട്ട അധ്യാപകരെ, ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇനിയും ഫ്രീ ക്ലാസ്സുകൾ നൽകാൻ ഞാൻ തയ്യാറാണ്. രാജേശ്വരി മിസ്, വിശാഖ് സാർ, എല്ലാവരും തയ്യാറാണ്. ഇംഗ്ലീഷ്, മാത്സ്, അതേപോലെ തന്നെ സൈക്കോളജി 90 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. കേരളത്തിലെ ഈ ഒരു ടീം വേറെ ഒരു ആപ്പിലുമില്ല എന്നറിയിച്ചു കൊള്ളട്ടെ. ഓക്കെ, ഇംഗ്ലീഷ്, മാത്സ്, സൈക്കോളജി ഉറപ്പിച്ച് നൽകാൻ കഴിയുന്ന മാർക്കാണ്. പിന്നെ സൈക്കോളജി വളരെ കട്ടിയായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കേറ്റഡ് കാറ്റഗറി 3യുടെ ഇംഗ്ലീഷിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ വിശകലനത്തിലേക്ക് പോകുന്നു. റീഡിംഗ് കോംപ്രിഹെൻഷൻ പതിവ് പോലെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല, കാരണം ഒരുമിച്ചങ്ങ് ഇട്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞു. എന്നാലും ഞാനൊന്ന് വായിക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി. ഇത് കുനുകുനാന്ന് എഴുതിയേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനഃപൂർവ്വം തന്നെ ചെയ്തതാണ്, ഒറ്റ പേജിൽ അങ്ങ് നിർത്തിയതാണ്. ഞാനൊന്ന് വായിക്കാം, എന്നിട്ട് ഞാൻ ഉത്തരം കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ പറഞ്ഞുതരാം. It may be asked, in what respect do speeches differ from a pamphlet or a magazine article? There is an essential difference. Speech has a human element lacking in the written word, because speech is communication between the speaker and his audience face to face. This fact should be ever present to the speaker's mind, both when preparing and delivering the speech. People addressed each other by word of mouth long before they wrote. Speech, therefore, is more primitive and human than written matter. Public speaking not only admits but demands characteristics which would be blemishes in compositions intended to be read. The attention of the bad audience must be held, arguments repeated, and free use made of analogies and illustrations. For this reason, good speakers are often bad writers, while good writers are rarely effective speakers. A speech is a brief, short-lived episodic production meant to create an immediate effect not only upon the matter it conveys but also upon the delivery, which enables the speaker to influence his hearers. ഞാനിവിടെ വായിക്കുമ്പം അർത്ഥം പറയുന്നില്ല, കാരണം ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഭാഗമാണ്. ഈ പാസേജ് തന്നെ ഇനി വരുമെന്ന് ഒരുറപ്പുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തന്നെ ഇത് ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാക്കണം. ആ രീതിയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. In written compositions, it stands for little or nothing. The quality of the written word is the only thing that matters. The author may be repulsive, but he is invisible. He looks at you only through the printed page. The speaker is judged by what he is or what he appears to be. No man can achieve wide distinction as a speaker unless he can impress an audience face to face. That is the acid test of oratory, high or low. That is how the speaker makes his reputation. Okay, പറഞ്ഞിരിക്കുന്നത് എഴുത്തിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഈ പാസേജ് 2 തവണ വായിച്ചാൽ എല്ലാ ചോദ്യങ്ങൾക്കും 10 മാർക്കിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഇപ്പം വിസിബിൾ ആണല്ലോ, ലെജിബിൾ ആണല്ലോ, വായിക്കാൻ പറ്റുമല്ലോ. വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ എ പബ്ലിക് സ്പീച്ച് ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് മോർ എഫക്റ്റീവ്. പബ്ലിക് സ്പീച്ച് മോർ എഫക്റ്റീവ് ആക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പാസേജ് വായിക്കാത്തവർക്ക് ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. സ്പീക്ക് ലൗഡ്ലി, സ്പീക്ക് ഫാസ്റ്റ് ആൻഡ് ഫ്ലുവൻ്റ്ലി, റിപ്പീറ്റ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് മേക്ക് ഫ്രീ യൂസ് ഓഫ് ഇല്ലുസ്ട്രേഷൻസ്. Do not speak hesitantly. Repeat arguments and make free use of illustrations.
ഉദാഹരണങ്ങളും ഒക്കെ പറയണം. ബാക്കി മൂന്നും വരത്തില്ല. ഉച്ചത്തിൽ പറയുന്നത് കൊണ്ട് ഒരാൾക്ക് മനസ്സിലാവണമെന്നില്ല, ഒരു നല്ല പ്രസംഗം ആവണമെന്നില്ല. ഹൗ ഡിഡ് പീപ്പിൾ അഡ്രസ് ഈച്ച് അതർ ഇൻ ദ പാസ്റ്റ്? ബൈ വേർഡ് ഓഫ് മൗത്ത്, ബൈ റൈറ്റിംഗ് ലെറ്റേഴ്സ്, ബൈ പ്രിൻറ്റഡ് പേജ്, ബൈ മൈക്രോഫോൺ. പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? വേർഡ് ഓഫ് മൗത്ത്, റൈറ്റിംഗ് ലെറ്റേഴ്സ്, പ്രിൻറ്റഡ് പേജ്, മൈക്രോഫോൺ. ഏതാണ് കറക്റ്റ്? എങ്ങനെയായിരുന്നു പണ്ടത്തെ കാലത്ത്? പ്രിമിറ്റീവ് കാലത്താണ് പറയുന്നത്. ഓൾഡ് ഏജിൽ ബൈ വേർഡ് ഓഫ് മൗത്ത് സംസാരിച്ച് തന്നെ ആയിരുന്നു. പിന്നീടല്ലയോ പ്രിൻ്റൊക്കെ വന്നേ. വായിക്കാതെ തന്നെ ഉത്തരം എഴുതാൻ പറ്റുന്ന 2 ചോദ്യം. ആ പാസേജ് വായിക്കാതെ തന്നെ ഉത്തരം എഴുതാൻ പറ്റും. വാട്ട് അക്കോർഡിംഗ് ടു ദ ഓതർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീച്ച് ആൻഡ് എ മാഗസിൻ ആർട്ടിക്കിൾ? സ്പീച്ചും മാഗസിൻ ആർട്ടിക്കിളും, ഒന്ന് റൈറ്റിംഗ് ആണ്, സ്പീച്ച് സംസാരിക്കുന്നതാണ്. അപ്പം നോക്കാം. സ്പീച്ച് ഈസ് ലെസ് എഫക്റ്റീവ് ദാൻ ദ ആർട്ടിക്കിൾ. സ്പീച്ച് ക്യാൻ ഡു മോർ വണ്ടേഴ്സ് ദാൻ ആൻ ആർട്ടിക്കിൾ. സ്പീച്ച് ഹാസ് എ ഹ്യൂമൻ എലമെൻറ്റ് ലാക്കിംഗ് ഇൻ ദ റിട്ടൺ വേർഡ്. സ്പീച്ച് ഈസ് എ പവർഫുൾ ആസ് എൻ ആർട്ടിക്കിൾ. ആസ് പവർഫുൾ ആസ് എൻ ആർട്ടിക്കിൾ. രണ്ടും തുല്യമാണെന്ന് പറയും. സത്യത്തിൽ ഏതാ നല്ലത്? ഒരു ആർട്ടിക്കിളാണോ ഒരു സ്പീച്ചാണോ? കൂടുതൽ ഐഡിയ കൺവേ നമ്മളിലേക്ക് എത്തുന്നത് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ തന്നെ, ഒരു സംശയമില്ല. സോ ദ ആൻസർ ഈസ് സ്പീച്ച് ക്യാൻ ഡു മോർ വണ്ടേഴ്സ് ദാൻ ആൻ ആർട്ടിക്കിൾ. അത് തന്നെയാണ് ഉത്തരം. ഒരു നിമിഷം, അതിനകത്ത് പറയുന്നത് വാട്ട് അക്കോർഡിംഗ് ടു ദ ഓതർ ഈസ് ദ ഡിഫറൻസ് ആണ്. സോറി, വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീച്ച് ഹാസ് എ ഹ്യൂമൻ എലമെൻറ്റ് ലാക്കിംഗ് ഇൻ ദ റിട്ടൺ വേർഡ്. ഓക്കെ, അതാണ് കറക്റ്റ്. നമ്മൾ പുസ്തകത്തിൽ പറയുന്നത്, ഈ പാസേജിൽ പറയുന്ന ഇതല്ല, ഇതാണ്. കാരണം സ്പീച്ചിലാണ് ഒരു ഹ്യൂമൻ എലമെൻ്റ് ഉള്ളത്, മറ്റേൽ അതില്ല. മാഗസീനിൽ വരുന്ന ആർട്ടിക്കിളിൽ അതില്ല. ഓക്കെ, അതാണ് എഴുതിയിട്ടിരിക്കുന്നതാണ് ശരി ഉത്തരം, ഞാൻ പറഞ്ഞതല്ല. വൈ ആർ ഗുഡ് സ്പീക്കേഴ്സ് ഓഫൺ ബാഡ് റൈറ്റേഴ്സ്? എന്തുകൊണ്ടാണ് നല്ല പ്രാസംഗികർ നല്ല എഴുത്തുകാരാകാത്തത്? കാരണം പറ. ബിക്കോസ് ദേ സ്പീക്ക് ടു ഫാസ്റ്റ്, ബിക്കോസ് ദേ സ്പീക്ക് സ്ലോലി, ഇത് രണ്ടും വരത്തില്ലല്ലോ. ബിക്കോസ് ദേ സ്പീക്ക് ഹെസിഡൻ്റ്ലി, അതും വരത്തില്ല, മടിയോടുകൂടി അല്ല. ബിക്കോസ് ദേ റിപ്പീറ്റ് ആർഗ്യുമെൻറ്റ്സ്, അതായത് സംസാരിക്കുന്നവർ ആർഗ്യുമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് എഴുത്തിൽ അതിൻ്റെ സാധ്യതയില്ല. അതുകൊണ്ടാണ് നല്ല എഴുത്തുകാരാവാത്തത്. നെക്സ്റ്റ്, അത് പാസേജ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വാട്ട് ഈസ് സ്പീച്ച്? എന്താണ് സ്പീച്ച്? ഉത്തരം നിങ്ങൾക്ക് പാസേജ് നോക്കാൻ എഴുതാൻ പറ്റും. വേ ഓഫ് ടോക്കിംഗ് അല്ല, ദ വേ ഓഫ് അഡ്രസ്സിങ് അതേഴ്സ് അല്ല, ആൻ എലക്യൂഷണറി കണ്ടസ്റ്റ് അല്ല, മത്സരം, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സ്പീക്കർ ആൻഡ് ഹിസ് ഓഡിയൻസ് ഫേസ് ടു ഫേസ്. സത്യം പറഞ്ഞാൽ ഈ പാസേജ് ഇവർ എന്തിനാ തന്നേന്ന് സംശയമുണ്ട്. അത്രമേൽ സിമ്പിളാണ്. ഓക്കെ, കാറ്റഗറി 3 ഇംഗ്ലീഷ് ഇത്രയും സിമ്പിളാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എനിക്കറിയില്ല, കട്ടിയായിരുന്നു എന്ന് പറയുന്നുണ്ട് സൈക്കോളജിയൊക്കെ. പക്ഷേ ഇംഗ്ലീഷ് നിങ്ങളൊക്കെ വിചാരിച്ചാൽ നടക്കും. നിങ്ങളൊക്കെ അധ്യാപക ഉദ്യോഗാർത്ഥികളാണ്. അടുത്ത, ഇൻ എ പ്രിൻറ്റഡ് പേജ് ദ ഓതർ റിമെയിൻസ് ഡാഷ്. സൈലൻ്റ് എന്ന് പറയുന്നുണ്ട്. സൈലൻ്റ് ഓർ ഇൻവിസിബിൾ. പ്രിൻറ്റഡ് പേജിൽ ഓതർ എപ്പോഴും ഇൻവിസിബിൾ ആണ്. ആൻസർ ഇൻവിസിബിൾ. അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് പാസേജിനകത്ത്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആട്രിബ്യൂട്ട് ഓഫ് എ ഗുഡ് സ്പീച്ച്? നല്ല ഒരു പ്രസംഗത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? ദ എബിലിറ്റി ടു എൻഗേജ് ആൻഡ് ഇംപ്രസ് ദ ഓഡിയൻസ് ഓഫ് ഫേസ് ടു ഫേസ്. അത് സവിശേഷതയാണ്, അത് നല്ലൊരു സവിശേഷതയാണ്. അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഫക്റ്റീവ് യൂസ് ഓഫ് റെപ്പറ്റീഷൻ, അനലോഗീസ്, ഇല്ലുസ്ട്രേഷൻസ്. എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം ഉദാഹരണങ്ങളും അനലോഗീസും റെപ്പറ്റീഷൻ. എംഫസിസ് ഓൺ ദ സ്പീക്കേഴ്സ് പേഴ്സണാലിറ്റി ആൻഡ് ഡെലിവറി. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, ആ ഡെലിവറി, അത് രണ്ടും അത്യാവശ്യമാണ്. ഡിപ്പെൻഡൻസ് ഓൺ ലിറ്റററി പോളിഷ് ആൻഡ് റിട്ടൺ എലഗൻസ്. ഇത് ആവശ്യമില്ല എന്നാണ് പാസ്. ഡിപ്പെൻഡൻസ് ഓൺ ലിറ്റററി പോളിഷ് ആൻഡ് റിട്ടൺ എലഗൻസ്. റിട്ടൺ എലഗൻസ് ഇവിടെ ആവശ്യമില്ല. ഉണ്ടോ? വേണ്ട. ലിറ്റററി പോളിഷും റിട്ടൺ എലഗൻസും ഇവിടെ ആവശ്യമില്ല. ഇത് രണ്ടും റൈറ്റിങ്ങിൽ വേണ്ട ഘടകങ്ങളാണ്. അതാണ് റൈറ്റിങ്ങും സ്പീക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ് സത്യം പറഞ്ഞ പാസേജ് കൈകാര്യം ചെയ്യുന്നത്. ഡിപ്പെൻഡൻസ് ഓൺ ലിറ്റററി പോളിഷ് ആൻഡ്, നമുക്ക് വേഗത്തിൽ പറയാം. വാട്ട് മാറ്റേഴ്സ് മച്ച് ഇൻ എ റിട്ടൺ കോമ്പോസിഷൻ? എഴുത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താണ്? സ്റ്റൈല്, ക്വാളിറ്റി ഓഫ് ദ റിട്ടൺ വേർഡ്, ദ ക്വാളിറ്റി ഓഫ് പേപ്പർ, മൂഡ് ആൻഡ് റിതം. ഇതിനകത്ത് ഏതാ നിങ്ങൾക്ക് ഏതാ ശരിയായിട്ട് തോന്നുന്നത്? ക്വാളിറ്റി ഓഫ് പേപ്പർ ഒരിക്കലും ഇതിനകത്ത് വരത്തില്ല. ബാക്കി സ്റ്റൈല്, ക്വാളിറ്റി ഓഫ് ദ റിട്ടൺ വേർഡ്, മൂഡ് ആൻഡ് റിതം. ഏതായിരിക്കും? ക്വാളിറ്റി ഓഫ് ദ റിട്ടൺ വേർഡ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ദ ഓതർ ബിലീവ്സ് ദാറ്റ് എ സ്പീച്ച് ഡിപ്പെൻഡ്സ് ഫോർ ഇറ്റ്സ് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഓൺ പേഴ്സണാലിറ്റി ഓഫ് ദ സ്പീക്കർ, മാറ്റർ ആൻഡ് ഡെലിവറി, ദ യൂസ് ഓഫ് ഓർണേറ്റ് ഡിക്ഷൻ.
ആലങ്കൃതമായ ഡിക്ഷൻ ഉപയോഗിക്കുന്നത്. അത് വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് പേഴ്സണാലിറ്റി ഓഫ് ദ സ്പീക്കർ എംഫസൈസ് ചെയ്യണം, മാറ്റർ ആൻഡ് ഡെലിവറി നല്ലതായിരിക്കണം. ഇത് രണ്ടുമാണ്, 1 and 2 ആണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഒന്ന് നോക്കാം. 1 and 2. ഓക്കെ. 3. According to the article, what counts the most in a successful speech? According to the article, what counts the most in a successful speech? Personality of the speaker, fluency of the speaker, expressiveness of the speaker, loudness of the speaker. ഇതെല്ലാം ഏറ്റവും കൂടുതൽ മോസ്റ്റായിട്ട് വേണ്ടത് ഇതെല്ലാം വേണം. പേഴ്സണാലിറ്റി വേണം, ഫ്ലുവൻസി ഓഫ് ദ സ്പീക്കർ, എക്സ്പ്രസീവ്നെസ് ഓഫ് ദ സ്പീക്കർ. ഇതാണ് കറക്റ്റ്. ഐഡിയ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ്, അതാണ് ഒരു നല്ല പബ്ലിക് സ്പീക്കർക്ക് വേണ്ടത്. ഗ്രാമറിലേക്ക് വരാം. ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ പഠിപ്പിച്ച് വിട്ടതാണ് ഈഫ് ക്ലോസ്. ഈഫ് ക്ലോസ് എൻ്റെ റിവിഷൻ ക്ലാസ് കണ്ടവർ ഉത്തരം എഴുതി കാണും. കാരണം വുഡ് ഹാവ് വന്നാൽ, വുഡ് ഹാവ് V3 വന്നാൽ ഹാർഡ് പ്ലസ് V3 വരും എന്ന് മൂന്നാമത്തെ കണ്ടീഷൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അത്യാവശ്യം ആ ഫോമാറ്റ് ഒന്ന് പഠിച്ചുകൊണ്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞതാണ്. ആ ക്ലാസ് കണ്ടവർ ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത മാർക്ക്. ഞാൻ പഠിപ്പിച്ചതാണിത്. ഹാർഡ് വർക്ക്. ഈഫ് ക്ലോസ് ഒരിക്കൽ ചോദിക്കുമെന്ന് മനസ്സിലായല്ലോ. ഈഫ് ക്ലോസ് ഒക്കെ സിമ്പിളായിട്ട് പഠിപ്പിക്കാം. ഷീ ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺഡ്. പണ്ട് എലിസബത്ത് രാജ്ഞിയെക്കുറിച്ച് പഠിപ്പിച്ചപ്പം കോളേജിൽ പഠിപ്പിച്ചൊരു സെൻറ്റൻസാണ്, ഷീ ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺഡ്. രണ്ട് മതക്കാർ തമ്മിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ഷീ ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺഡ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ച് കല്ല് ഉറക്കി എറിയുന്ന കാര്യമാണെന്ന്. കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക എന്നർത്ഥം. ഷീ ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺഡ് എന്ന് പറഞ്ഞ അർത്ഥം കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു, മേഡ് എവരി പോസിബിൾ എഫർട്ട്. ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ്. നെയ്തർ ഓഫ് ദ ബോയ്സ്, വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്. വൺ ഓഫ്, അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നവർക്ക് ഇതൊക്കെ പ്രയോജനപ്പെടും, എഴുതിയെടുത്തു. വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫിന് ശേഷം വെർബ് സിംഗുലർ ആയിരിക്കണം. എസ് ഉള്ള വെർബ്, ഈസും വാസും ഹാസും ഡെസ്സും ഒക്കെ ഉപയോഗിക്കണം. വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ് ഒക്കെ വരുമ്പോൾ എസ് ഉള്ള വെർബ് ഉപയോഗിക്കണം. ആൻസർ ഈസ്. ആറ് വരത്തില്ല, ഹാവ് വരത്തില്ല, വേറെ വരത്തില്ല. നെക്സ്റ്റ്. ഇപ്പോൾ കഴിയുമല്ലോ. അടുത്ത ചോദ്യം. കാവ്യ സ്പീക്സ് ഡാഷ് ദാൻ ഹർ സിസ്റ്റർ. ഫ്ലുവൻറ്റ്, മോർ ഫ്ലുവൻറ്റ്, ഫ്ലുവൻ്റ്ലി, മോർ ഫ്ലുവൻ്റ്ലി. ദാൻ വരുമ്പം കമ്പാരറ്റീവ് ഡിഗ്രിയാണ് അല്ലയോ? ദാൻ വരുമ്പം കമ്പാരറ്റീവ് ഡിഗ്രിയാണ് അല്ലേ? മോർ ഫ്ലുവൻറ്റും ഉണ്ട്, മോർ ഫ്ലുവൻ്റ്ലി ഉണ്ട്. ഫ്ലുവൻ്റ് അഡ്ജക്റ്റീവും ഫ്ലുവൻ്റ്ലി ആഡ് വെർബും, രണ്ടിൻ്റെയും കൂടെ മോർ ചേർക്കാം, തെറ്റില്ല. അപ്പോൾ ഏതാ ഉത്തരം? സ്പീക്ക്, സംസാരിക്കുന്നു, വെർബാണ്. വെർബിനെ വിശേഷിപ്പിച്ച് പറയുമ്പം ആഡ് വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഫ്ലുവൻ്റ് അഡ്ജക്റ്റീവ്, നൗണിനെ അവൾ എങ്ങനെ സംസാരിച്ചു? മോർ ഫ്ലുവൻ്റ്ലി. ആൻസർ കിട്ടി, മോർ ഫ്ലുവൻ്റ്ലി. തെറ്റിപ്പോകരുത്. ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്കും തെറ്റിയൊരു ചോദ്യം അത്. മോർ ഫ്ലുവൻ്റ് അല്ല, മോർ ഫ്ലുവൻ്റ്ലി. ദ വേർഡ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു പ്രാഗ്മാറ്റിക്. പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ ഐഡിയലിസ്റ്റിക്കിൻ്റെ ഓപ്പോസിറ്റാണ്. ആദർശവാദിയും തന്ത്രശാലിയും. ആദർശവാദി രാഷ്ട്രീയക്കാരൻ, നല്ല രാഷ്ട്രീയക്കാരൻ നമുക്കിന്നില്ല. നമുക്ക് ഇന്നുള്ള രാഷ്ട്രീയക്കാരെല്ലാം പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ. പ്രാക്ടിക്കൽ, ഐഡിയലിസ്റ്റിക് അതിൻ്റെ ഓപ്പോസിറ്റാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. നെക്സ്റ്റ്. ഹിസ് എക്സ്പ്ലനേഷൻ വാസ് ആംബിഗസ്. ആംബിഗസ്, അവൻ്റെ എക്സ്പ്ലനേഷൻ ആംബിഗസ് ആയിരുന്നു. ലീവിങ് ദ ഓഡിയൻസ് കൺഫ്യൂസ്ഡ്, ഓഡിയൻസിനെ കൺഫ്യൂസ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ആംബിഗസിൻ്റെ അർത്ഥം എന്ത്? അവൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ മറ്റുള്ള, ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്തോ? ഞാൻ പഠിപ്പിക്കുന്നത് ക്ലിയർ അല്ല, അൺക്ലിയർ. ആംബിഗസ് അർത്ഥം അൺക്ലിയർ. കണ്ടക്ച്വൽ മീനിങ് വെച്ച് ഉത്തരവെഴുതാവുന്ന ചോദ്യം. ഓപ്ഷൻ നോക്കി ഉത്തരവെഴുതാം. ഹീസ് ഫോണ്ട്, അത് നടക്കുന്നത് ഞാൻ എത്ര തവണ പറയാം. ഫോണ്ട് ഓഫ്, ഫോണ്ടിനെസ് ഫോർ, ഫോണ്ട് ഓഫ്, ഫോണ്ടിനെസ് ഫോർ. ഇനിയും പഠിച്ചോണം, ഇനിയും ആവർത്തിക്കും. എനിക്കറിയാമല്ലോ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന്. ഞാൻ ഇതൊക്കെ എടുത്ത് പറയാനുള്ള കാരണം നമ്മൾ ആറ്റുകാൽ രാധാകൃഷ്ണനോ ഒന്നും ആയതുകൊണ്ടല്ല. പിന്നെ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ്റെ മനസ്സിൽ, പുള്ളി പുസ്തകം നോക്കിയല്ല ക്വസ്റ്റ്യൻ ഇടുന്നതെങ്കിൽ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ്റെ മനസ്സിലുള്ള അറിവുകൾ എത്രത്തോളം ഉണ്ടെന്ന് വേറൊരു ഇംഗ്ലീഷ് അധ്യാപകൻ അറിയാൻ പറ്റും. അയാൾ അതിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങളായിരുന്നെങ്കിൽ അയാളുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്ന ഈ ഫോണ്ട് ഓഫും അക്യൂസ്ഡ് ഓഫും കൺസിസ്റ്റ് ഓഫും ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു അധ്യാപകൻ്റെ ഗൈഡൻസോടുകൂടി എങ്ങനെ പഠിക്കണം. അധ്യാപകർക്കേ അധ്യാപകരെ മനസ്സിലാവും, എനിക്ക് നിങ്ങളെ മനസ്സിലാകും എന്ന് പറയുന്ന പോലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചോദിക്കുമെന്ന്. ഫോണ്ട് ഓഫ്, വീക്കിൻ, ഞാൻ എത്ര തവണ പഠിപ്പിച്ചത് ഫോണ്ട് ഓഫും വീക്കിനും. ഒരാൾ ഒരു കാര്യത്തിൽ നല്ലതാണെന്ന് പറയുമ്പോൾ ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്. എന്നാൽ അവൻ വീക്കാണെന്ന് പറയുമ്പോൾ വീക്ക് ഇൻ മാത്തമാറ്റിക്സ്. ഇത് രണ്ടും പഠിച്ചു, ഗുഡ് അറ്റും വീക്കിനും. ഗുഡ് അറ്റ് ഗ്രാമർ, വീക്ക് ഇൻ ഗ്രാമർ പഠിച്ചു വെച്ചോണം. ദ വേർഡ് വിത്ത് 2 syllables, ഞാൻ പഠിപ്പിച്ചു വിട്ടത് എത്ര സിമ്പിളാണ്. ഞാൻ പറഞ്ഞില്ലേ വവൽ സൗണ്ടിൻ്റെ എണ്ണം നോക്കിയാൽ മതി. ഇ, പോ, എ. ഇവിടെ 3 വവൽ സിലബിൾ. ബി ഫുൾ, കണ്ടോ 3 എണ്ണം. എ, യു, എ,
ഇത്രയേ ഉള്ളൂ, 3 എണ്ണം. ടീച്ചറിനകത്ത് ടി 1, ഇവിടെ ഒരു ഈ സൗണ്ട് ഉണ്ട്, പിന്നെ എ, അങ്ങനെ 2. ഇപ്പോൾ 2 എണ്ണം ഉള്ളത് ടീച്ചർ. അവസാനത്തെ 6 ഉച്ചരിക്കത്തില്ല. ഒരു 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 വാക്കിൻ്റെ അവസാനം 6 വന്നാൽ അത് ഉച്ചരിക്കത്തില്ല. അതുകൊണ്ട് ടീച്ചർ. Which among the sentence is grammatically correct? Each of the students have submitted their work. Each of the students has submitted their work. Each of the students have submitted their work. Each of the students has submitted the work. Each of വന്ന വെർബ് സിംഗുലറാണ്. ഈച്ച് ഓഫ് വന്ന വെർബ് സിംഗുലറാണ്, നൗൺ പ്ലൂറലാണ്. അതാണ്ട് ഇങ്ങനെ പഠിക്കണം. ഈച്ച് ഓഫ് ദ ബോയ് എന്ന് പറയത്തില്ല, ബോയ്സ്. നൗൺ എപ്പോഴും പ്ലൂറലായിരിക്കണം. വെർബ് ഈസ് ആണോ ആറാണോ? ഈസ് ആയിരിക്കണം. ഇനി പറ, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഏരിയ, പിന്നെ സിംഗുലർ ഹാസ്. ഇതാ കറക്റ്റ്. ബാക്കിയുള്ളിടത്ത് നോക്കിയേ, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ഇവിടെ തെറ്റിപ്പോയി. സബ്മിറ്റഡ്, ഹാസിന് ശേഷം V3 വരണം. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് സബ്മിറ്റഡ് ദെയർ വർക്ക്. ഇവിടെ സബ്മിറ്റ് എന്നേ ഉള്ളൂ. ഇത് തെറ്റാ. സ്റ്റുഡൻസ് ഓക്കെ, ഹാസ് ഓക്കെ, സബ്മിറ്റഡ് വേണം. അപ്പോൾ സബ്മിറ്റഡ് വരുന്നത് അവിടെ വരുന്നത്. ഹാസും ഹാവിൻ്റെയും കൂടെ V3 ഉപയോഗിക്കണം. ഹാസ് കംപ്ലീറ്റഡ് എന്നാണ് പറയുന്നത്. ദ പ്രോവർബ് ദ എർലി ബേർഡ് ക്യാച്ചസ് ദ വോം. നമ്മൾ പറയത്തില്ല, നേരത്തെ തുടങ്ങുന്നവൻ നേരത്തെ എത്തും. ശരിയാ, ജീവിതത്തിൽ നേരത്തെ വർക്ക് ചെയ്ത് തുടങ്ങുന്നവൻ നേരത്തെ എത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം വർക്ക് ഈസ് നെസസറി എന്നല്ല. ദോസ് ഹു ആക്ട് എയർലി സക്സീഡ്. നേരത്തെ തുടങ്ങുന്നവൻ നേരത്തെ എത്തും. നെക്സ്റ്റ് പ്രോവർബ് ചോദിച്ചു. മെഗാ പ്ലേസ്. ഞാൻ എത്ര തവണ പറഞ്ഞതാ, ക്ലാസ്സിൽ പഠിപ്പിച്ചതാ, റിവിഷന് പറഞ്ഞില്ല. ഒരു സംഗീത ഉപകരണം വായിക്കുന്നു, പ്ലേ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മാത്രം ഉപകരണത്തിന് മുമ്പ് ദാ ഉപയോഗിക്കണം. ദ വയലിൻ. ഇതിലേതോ ഒരെണ്ണം വരും. പിന്നെ ബിക്കം ആൻ എഞ്ചിനീയർ. ആൻ എഞ്ചിനീയർ എ ഡോക്ടർ എന്ന്. ആൻസർ ദ ആന. നെക്സ്റ്റ് ദ മാനേജർ ഇൻസിസ്റ്റഡ്. ഞാൻ പഠിപ്പിച്ചതാ. ഇൻസിസ്റ്റഡ് ഓണിന് ശേഷം ING ഉപയോഗിക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചു. ഇൻസിസ്റ്റഡ് ഓൺ. ആൻസർ കിട്ടി ഓൺ. ഉണ്ടോ? എൻ്റെ റിവിഷൻ ക്ലാസ് മാത്രം മതിയായിരുന്നു നിങ്ങൾക്ക് കേറ്ററ്റ് പാസ്സാവാൻ. വൺ അമംഗ് ദ വേർഡ്സ് ഗിവൻ ഈസ് കറക്റ്റ്ലി സ്പെൽറ്റ്. ഐഡൻറ്റിഫൈ ഇറ്റ്. കേണൽ, അക്കോമഡേഷൻ, ഒക്കറൻസ്, ബ്യൂറോക്രസി. കേണൽ, കൊളോണൽ ഇങ്ങനെ എഴുതുന്നത്. അക്കോമഡേഷൻ 2 M ഉണ്ട്, ACCOMMO. ബാക്കിയെല്ലാം ഓക്കെ. ഒക്കറൻസിന് 2 R ഉണ്ട്, OCCU RRENCE. ബ്യൂറോക്രസിയാണ് ശരിയായ വാക്ക്, BUREAU, ബ്യൂറോക്രസി. ഓക്കെ. ദേ വിൽ അനൗൺസ് ദ റിസൾട്ട്സ് ടുമോറോ. ദ പാസീവ് വോയിസ് ഈസ്. വില്ല് വന്നാൽ വിൽ ബി V3. ഞാൻ പറഞ്ഞല്ലോ മോഡൽ ഓക്സിലറി. ഞാൻ അന്ന് പഠിപ്പിച്ചു വിട്ടിയ B+V3. മോഡൽ ഓക്സിലറി വെർബ് വന്നാൽ B+V3. ആൻസർ വിൽ ബി അനൗൺസ്ഡ്. കാണണ്ടോ, എൻ്റെ ആ റിവിഷൻ ക്ലാസ് മാത്രം മതിയായിരുന്നു പാസീവ് വോയിസ്. വില്ല് വന്ന മോഡൽ ഓക്സിലറി വെർബ് വന്നാൽ B+V3 എന്ന് എഴുതണം എന്ന് ഞാൻ പഠിപ്പിച്ചതാണ്. നെക്സ്റ്റ്, ഷീ ഹാർഡലി സ്പീക്സ് ടു എനിവൺ. ആരോട് സംസാരിക്കാറില്ല. ഹാർഡലി നെഗറ്റീവാണ്. സഹായകരെ അല്ലെങ്കിൽ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. സ്പീക്സ്, ഡസ് കിട്ടും. ഹാർഡലി നെഗറ്റീവ് ആയതുകൊണ്ട് ഡെസിറ്റ് വേണ്ട. ആൻസർ ഡസ് ഷീ. ആൻസർ കിട്ടി, ഡസ് ഷീ. നെക്സ്റ്റ്, ഐ വിഷ് ഐ കുഡ് ഡാഷ് ഗ്രാൻഡ് പേരൻസ് മോർ ഓഫൺ. ഐ വിഷ് ഐ കുഡിന് ശേഷം എപ്പോഴും മോഡൽ ഓക്സിലറി വെർബിന് ശേഷം എപ്പോഴും വെർബിൻ്റെ ബേസ് ഫോമാണ്. അത് ഞാൻ പറഞ്ഞില്ല, എന്നാലും ഇനി പഠിച്ചു. വിൽ കം എന്നേ പറയൂ. വിൽ കംസ് എന്നോ വിൽ കമ്മിങ് എന്നോ വിൽ കെയിം എന്നോ പറയത്തില്ല. വിൽ ഈറ്റ്, കുഡ് വിസിറ്റ് ആണോ കുഡ് വിസിറ്റഡ് ആണോ? ആൻസർ കുഡ് വിസിറ്റ്. മോഡൽ ഓക്സിലറി വെർബിന് ശേഷം ബെയർ ഇൻഫിനിറ്റീവ് അഥവാ വെർബിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കണം. രണ്ടും പഠിച്ചു വെച്ചു. വെർബിൻ്റെ ബേസ് ഫോമാണ് കറക്റ്റ് ഗ്രാമർ പറയുമ്പോൾ. എ ഡാഷ് ഓഫ് ഫിഷ്. ഞാൻ പറഞ്ഞാ മീനിൻ്റെ കളക്റ്റീവ് നൗണ്. സ്കൂളും ഉണ്ട്, ഷോളും ഉണ്ട്. ഞാൻ രണ്ടും പറഞ്ഞു വിട്ടതാണ്. നിങ്ങൾ ക്ലാസ് കണ്ടിരുന്നെങ്കിൽ എത്ര ഉപകാരമായിരുന്നു നിങ്ങൾക്ക്. നമ്മുടെ പുതിയ കേറ്ററ്റ് ബാച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ, ജോയിൻ ചെയ്യണേ എല്ലാവരും. ഹി ഡിസൈഡ് ടു സ്പിൽ ദ ബീൻസ്. സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞ അർത്ഥം പൂച്ചു പുറത്താകുക. നമ്മുടെ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് ഞാൻ പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. സത്യം വിളിച്ചു പറയുക, സത്യം പുറത്താകുക. റിവീൽ ദ സീക്രട്ട് എന്നാണ്. ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഫോർ ദ സെൻറ്റൻസ് ഐ ആം ടയേർഡ്. ഞാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറയാം ആമു എന്നാൽ വാസാകും. ആ ഒരൊറ്റ ഇത് മതി. ആമു എന്നാൽ വാസാകും എന്നറിഞ്ഞാൽ മാത്രം മതി, ഉത്തരം കിട്ടും. അതൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ക്ലാസ് ഒന്ന് ഓടിച്ച് കണ്ടുകൊണ്ട് പോയാൽ മതി. നിങ്ങൾക്കിനി പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ്. ചുമ്മാ എൻ്റെ ക്ലാസ് ഒന്ന് കണ്ടാൽ മതി. ഇംഗ്ലീഷൊക്കെ കോഴ്സ് ജോയിൻ ചെയ്യണം കേട്ടോ. ഇംഗ്ലീഷിന് സ്പെഷ്യൽ ബാച്ചും ഉണ്ട്. മീറ്റിംഗ് വാസ് ഡാഷ് ബിക്കോസ് ദ പ്രിൻസിപ്പൾ ഫെല്ലിൽ. ഞാൻ പുട്ട് ചേർത്തുള്ള എല്ലാ ഫ്രേസ് ഓർമ്മിൻ്റെ അർത്ഥം പറഞ്ഞാൽ വിട്ടെ. 12 എണ്ണം ഓർമ്മയുണ്ടോ? പുട്ട് ഓഫ് മാറ്റി വെക്കുക, അതാ ശരി ഉത്തരം. പുട്ടപ്പ് ബിൽഡ് ഓർ സ്റ്റേ, നിർമ്മിക്കുക താമസിക്കുക. പുട്ട് ഡൗൺ സപ്രസ്, അടിച്ചമർത്തുക. പുട്ട് ഓൺ വെയർ, ധരിക്കുക. ആൻസർ
മീറ്റിംഗ് മാറ്റി വെച്ചു എന്നാൽ പുട്ട് ഓഫ്. ഓക്കെ, കേട്ടിട്ട് കാറ്റഗറി 3യുടെ മാത്രമേ ആയിട്ടുള്ളൂ. വരുന്നുണ്ട് 1ഉം 2ഉം. കാരണം നമുക്ക് അതേ മോഡൽ ചോദ്യം ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഉടനെ ഒരു പരീക്ഷ വരുന്നുണ്ടല്ലോ അധ്യാപകർക്ക് വേണ്ടി മാത്രമായിട്ട്. അപ്പം അതിന് പ്രതീക്ഷിക്കാം. ഇനി കേട്ടിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ ക്ലാസ് പ്രയോജനപ്പെടും. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അത്യാവശ്യമായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ മെയിൻ ചാനലിൽ കേറ്ററ്റിന് വേണ്ടി ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ ചാനലിൽ, അതായത് നമ്മുടെ ചലഞ്ചർ ആപ്പിന് 5 ചാനലുണ്ട്. അതിനകത്ത് മെയിൻ ചാനലുണ്ട് കേരള PSC ചലഞ്ചർ. ആ മെയിൻ ചാനലിലെ പ്ലേലിസ്റ്റിൽ 28 ക്ലാസ് കിടപ്പുണ്ട്. എൻ്റെ എല്ലാം ടിപ്സ് ക്ലാസ്സുകളാണ്. അത് കണ്ടിട്ട് പോകണം. അത് മാത്രം മതിയാവും ഇംഗ്ലീഷ് സെറ്റാവാൻ. കോഴ്സിലേക്ക് വരണം, ബാക്കിയുള്ള വിഷയങ്ങളൂടെ സെറ്റാവണം. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ ക്ലാസ് എത്രമാത്രം പ്രയോജനപ്പെടും. ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ, എന്നെ ഹെഡ് മിസ്ട്രസ്സും ഹെഡ് മാസ്റ്റേഴ്സും വിളിച്ചു എന്ന് പറഞ്ഞ്. ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരു അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയതാണ്. അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയില്ല. അദ്ദേഹം പറഞ്ഞു, സാറിൻ്റെ ക്ലാസ് ഞാൻ കേട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയൊരു, ഇനിയിപ്പോൾ ഒരുപാട് അവാർഡ് കേരള സർക്കാർ വിളിച്ച് എനിക്കൊരു അവാർഡ് തരുന്നതിനേക്കാൾ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം കാഴ്ച പരിമിതിയുള്ള ഒരാൾ പോലും നമ്മുടെ ക്ലാസ് കേട്ടിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് എന്നെപ്പോലെ ഒരു അധ്യാപകനെ സംബന്ധിച്ച് ആ ഒരു വലിയ അവാർഡ് കിട്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് തോന്നുന്നുണ്ട്. താങ്ക് യു. സീ നെക്സ്റ്റ് ക്ലാസ്. ബൈ ഫ്രം രഞ്ജിത്ത് RK തഴവ.